ഹലോ, ഇന്നുണ്ടല്ലോ ഞാനൊരു ഫിഷ് പിക്കിളാണ് ആക്കാൻ പോകുന്നത്. ചെറിയ മത്തി കൊണ്ടുള്ള ഫിഷ് പിക്കിളാണ്. അപ്പോൾ ഞാൻ മത്തി കുറച്ച് മത്തി എടുത്തിട്ട് മുറിച്ചിട്ട് ഇതുപോലെ 2 പീസാക്കിയിട്ടുണ്ട്. ഒരു മത്തി വളരെ ചെറിയ മത്തിയാണ്, അപ്പോൾ അതിനെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മാത്രം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഉലുവ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് കായം, വളരെ ചെറിയ, പൊടി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കായം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക്, ഒരു ഹോൾ ഗാർലിക്കാണ് എടുത്തത്. പിന്നെ കറിവേപ്പില നല്ലെണ്ണം എടുക്കാം. പിന്നെ ജിഞ്ചർ കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നല്ലെണ്ണയാണ്. നമുക്ക് ആക്കാം. അപ്പം നമുക്ക് നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണം തന്നെ ഒഴിച്ചോളേ, അല്ലെങ്കിൽ പിക്കിൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിക്കിൾ അധികമൊന്നും ഉണ്ടാവില്ല, ഞാൻ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, അധികമൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് നല്ല ഡ്രൈ ആയി ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് കാത്തിക്കാം. അപ്പോൾ ഇതാവുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പൊടിക്കാം. ആദ്യം ഒരു ചെറിയൊരു പാൻ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഉലുവ ഒന്ന് പൊടിക്കാം. ഉലുവ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് ഒരു മിക്സി ജാറിലിട്ടിട്ട് കടുക് കൂടി ഒന്ന് ചൂടാക്കാം. അതിങ്ങനെ സ്പ്ലട്ടർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മാറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കായവും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചെയ്ത് വെച്ചതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടില്ലേ, ഇത് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം, എന്നിട്ട് അച്ചാറിൻ്റെ പണി നോക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ചും കൂടി എള്ളെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക്, പിന്നെ അതുപോലെ തന്നെ ചതച്ച് വെച്ച് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികമൊന്നും ഞാൻ ചേർത്തിക്കുന്നില്ല, കുറച്ച്. നല്ലോണം ഒന്ന് വഴറ്റാതെ അതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഇത് ലോ ഫ്ലെയിമിൽ വേണേൽ ചെയ്യാൻ, ഞാൻ ഇതിലും ചെറിയൊരു ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ചെയ്യണം. പിന്നെ ഞാൻ പൊടിച്ച് വെച്ച ഉലുവയും കടുക് പൊടിയും പിന്നെ കായപ്പൊടിയും, ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഈ 3 ടീസ്പൂണിന് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയും മതി, അത്രയേ ഉള്ളൂ. അത് മീൻ അത്രയേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നുണ്ട് ഫ്രൈ ആയിൻ്റെ. ഇതിലേക്ക് ഞാൻ ഈ ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണയോടെ വേണം ഇട്ട് കൊടുക്കാൻ, എണ്ണയൊന്നും വേസ്റ്റ് ചെയ്യണ്ട. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. മുളക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക.
ഇത് നല്ലോണം മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് ഇത് തണിയാൻ വെക്കാം. അപ്പം ഇത് ഏകദേശം ഒന്ന് തണിഞ്ഞ് വന്നേരം ഞാൻ ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫിഷ് പിക്കിളിന് മെയിനായിട്ട് വേണ്ടുന്ന വിനീഗർ തന്നെയാണ്. നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ചീത്തയാവില്ല. ഇത് എത്രയെങ്കിലും ദിവസം അത് ചീത്തയാവേണ്ടി നിന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വിനീഗർ നല്ലത്. ചില ആൾക്കാർ നല്ലോണം ഒഴിക്കും അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇത് ഉപ്പെല്ലാം കറക്റ്റായിട്ട് പാകത്തിന് ഉണ്ടോ നോക്കണേ. അപ്പം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, സോൾട്ടെല്ലാം നല്ലോണമുണ്ട്. ഞാൻ ഇതിൻ്റെ ആ ഫ്ലേവർ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാൻ. എന്നിട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രേവി വേണം ഇതിന്. വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പില ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സോട്ട് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച് അച്ചാർ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കറിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം വിനീഗർ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണ് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വിനീഗർ ചേർത്തോളെ. ഞാൻ പിന്നെ അധികം വിനീഗർ ചേർക്കുന്ന ഹെൽത്തിനും അത്ര വലിയ നല്ലതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിനീഗർ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇന്ന് ആക്കി വെച്ചിട്ട് നാളെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാ. ഏകദേശം ഒന്ന് സെറ്റാവും. 2 ദിവസം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കണ്ട. ആവുന്നതും നിങ്ങൾ ഇങ്ങനെയുള്ള ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുക, എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽസിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എൻ്റെ പിക്കിൾ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഞാനിത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.